ഹലോ, അങ്ങനെ ദേ ഓണമൊക്കെ ഇങ്ങനെ എടുത്തു, അത്തമൊക്കെ ഉദിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മളൊരു അത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ കൊല്ലത്ത് ഓണപരിപാടികൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ്. നല്ല അടിപൊളി മഴയാണ്. അങ്ങനെ മഴയൊക്കെ തോന്നുന്ന സമയത്ത് എന്നാൽ പിന്നെ പോയി കുറച്ച് പൂവൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരാം. നല്ല അടിപൊളി ഒരു കൊച്ചു അത്തപ്പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതി അങ്ങനെ ദേ ഒരു കുറച്ച് വട്ടയിലൊക്കെ പറിച്ച് കുമ്പിളൊക്കെ കുത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും വീണ്ടും മഴ വരും. നല്ലതുപോലെ കാറ് മൂടി കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴായാലും മഴ വരും. അപ്പോൾ ചെറിയ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ ഉപയോഗിച്ച് തന്നെ അത്തപ്പൂക്കളം സെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ദേ ഞാൻ നല്ല കാടും മേടും ഒക്കെ ഇങ്ങനെ കയറി കുറേ പൂവും കായും ഒക്കെ സെലക്ട് ചെയ്തു. അത്തപ്പൂക്കളം ആണെങ്കിലും ഞങ്ങൾ സാധാരണ കളറുള്ള ഇലകളൊക്കെ കിട്ടുവാണെങ്കിൽ അതുകൂടി ഇതിനകത്ത് അരിഞ്ഞിടും. എന്തായാലും ഇപ്പം മഴ തോന്നി നിൽക്കുന്നത് കൊണ്ടും അത്യാവശ്യം കാട്ടിലൊക്കെ അത്യാവശ്യം പൂക്കളുള്ളത് കൊണ്ടും ഒരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്യാനുള്ള കാടും പടലും ഒക്കെ ഞാൻ ഒരു വിധേന ഒപ്പിച്ചെടുത്തു. അപ്പോൾ അതെ, ഇത് ഞങ്ങളുടെ നാട്ടിലൊരു തരം ചുമന്ന ചീരയാണ്. നമ്മൾ തോരനൊന്നും വെക്കില്ല, അപ്പം കഴിക്കാൻ ഉപയോഗിക്കില്ല. പക്ഷേ ഇത് അരിഞ്ഞിട്ടാൽ നല്ല കളറാണ്. നല്ല വാഴക്കൂമ്പിൻ്റെ കൂമ്പിൻ്റെ മുകൾ ഭാഗമില്ല, ആ ഒരു നല്ല അടിപൊളി നിറമാണ്. അപ്പോൾ അത് ഞങ്ങൾ അരിഞ്ഞിടും. അതുപോലെ തന്നെ ഞങ്ങൾ കളറുള്ള പല ഇലകളും ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ എന്തായാലും ഇത്തവണ കൊച്ചൊരത്ത പൂക്കളമല്ലേ, അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് കിട്ടി. അപ്പം അതങ്ങോട്ട് ഇട്ട് സെറ്റ് ചെയ്യാറങ്ങോട്ടായി വന്നപ്പോഴത്തേനും ദേ നോക്ക്, അടുത്ത വൻ മഴ വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തലേന്നാണ് അത്തപ്പൂക്കളം ഇടാനുള്ളത് സെറ്റ് ചെയ്യുക. കാരണം രാവിലെ എണ്ണിച്ചിട്ട് പിന്നെ പോയി പൂവൊന്നും പറിച്ചെടുക്കാൻ നേരം ഉണ്ടാവില്ല. പൂക്കളം ഇടാൻ നേരം എന്തായാലും ഇത്തവണ മോൾ എണ്ണീച്ചില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്കൂടെ വന്ന് അവളുടെ രീതിയിൽ കുറേ പൂവൊക്കെ പറക്കി വെക്കും. പക്ഷേ രസമാണ്. ഇപ്പോഴത്തെ കുറേ കുട്ടികൾക്കൊന്നും അതിനെപ്പറ്റി ഒന്നും ഒരു അറിവുണ്ടാവില്ല. കാരണം കുട്ടികൾ, നമുക്കായാലും വീട്ടുകാർക്കായാലും സമയമില്ല, കുട്ടികൾക്കായാലും സമയമില്ല. അപ്പോൾ അതേണ്ട ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് ഞാൻ കരുതി. അവൾ നല്ല ഉറക്കമാണ്. അങ്ങനെ അതേണ്ട രാവിലെ വീണ്ടും മഴ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അത്തപ്പൂക്കൾ ഇനി എന്തവസ്ഥയാവും എന്നറിയില്ല. എന്തായാലും നമ്മൾ പറിച്ച കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് വളരെ ചെറിയ കുഞ്ഞൊരു അത്തപ്പൂക്കൾ ഇട്ട് കൊടുത്തു. നമ്മൾ വലുത് വേണമെന്നോ ചെറുത് വേണമെന്നോ ഒന്നുമില്ല, ഒരു ചെറിയ ഒരെണ്ണമെങ്കിലും അത്ത ഉദിക്കുമ്പോൾ തൊട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും പറഞ്ഞ് ഇട്ട് തീരുന്നതിന് മുമ്പേ ദേണ്ട മഴ വന്നു. മഴയെന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും അല്ല, നല്ല അടിപൊളി മഴയായിരുന്നു. ദേണ്ട മഴ പകുതി അത്തപ്പൂക്കളം കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അതിന് നാളെ അത്തപ്പൂക്കളം ഇടാനായിരിക്കും. ഓണത്തിലേക്ക് വേണ്ടുന്ന കുറേ കൃഷി സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടുന്ന വാഴക്കൊല, അതുപോലെ തന്നെ ചേന, ചേമ്പ്, അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കാരണവരായ ഞങ്ങളുടെ അച്ഛൻ അതെല്ലാം നേരത്തെ കാലേ കൂട്ടിക്കണ്ട് സെറ്റാക്കും. അതുപോലെ തന്നെ ഞങ്ങൾ അത് നമുക്ക് വേണ്ടുന്നത് ഉപ്പേരിയൊക്കെ വറക്കാനായാലും വേണ്ട സദ്യക്കൊക്കെ വേണ്ടുന്ന വെളിച്ചെണ്ണയൊക്കെ ആയാലും ഏകദേശം നമ്മളുടെ വീട്ടിൽ തന്നെ ആട്ടാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ അതും ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓണത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ശകലം അപ്പം വീഡിയോ കുറച്ച് ലാഗാവുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേണ്ട ഇനിയിപ്പോൾ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു സാധനമാണല്ലോ ഉപ്പേരി. അപ്പോൾ ഞങ്ങൾ കുറേ വാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം ഇങ്ങനെ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വിളവെടുപ്പ് ദിവസമാണ്. ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ള കൊലയാണ്. വിളവെടുക്കാൻ ദേണ്ട അവിടെ ഇങ്ങനെ ഒരാൾ നടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ സ്ഥലം കേട്ടോ, കാരണം വാഴ വയ്ക്കുന്നുണ്ടോ. കഴിഞ്ഞ ഓഗസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 200-250 മൂട് വാഴ വെച്ചതാണ്. പക്ഷേ നമ്മുടെ ഭയങ്കര മഴയല്ലായിരുന്നു ആ സമയത്ത്. ഉണക്കും, എന്തൊരു കൊട്ട ഉണക്കും. ആ ഉണക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 100-110 മൂടേ കിട്ടിയുള്ളൂ. അതും തന്നെ ഭയങ്കര ഈണ്ട് കുറവാണ്. സാധാരണ 5 കുടലേക്ക് വരേണ്ടതാണ്. ഈ വാഴയുടെ സ്ട്രെങ്ത് ഉണ്ട്, വാഴക്കൊട്ട് സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോയി. എത്ര വളം കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാം മഴ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് അത്യാവശ്യം നമ്മളുടെ ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം മാത്രമല്ല, അത്യാവശ്യം വിൽക്കാനുള്ളതുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് സംതൃപ്തി വരുന്നില്ല. എല്ലാം ചെറിയ കൊലയൊക്കെയാണ്, ചെറിയ വാഴയായിപ്പോയി. നല്ല വലുതായിട്ട് വരണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള വറക്കാനുള്ളതുണ്ട്. വറക്കാനുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ തന്നെ വറക്കാനുള്ളതുണ്ട്. പിന്നെ കുറച്ച് കൊടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നമ്മുടെ കന്നിക്കൊലയാണ്, കന്നി വെട്ടാണ്. കൊല ചെറുതായിട്ട് താഴെ ആർക്കും വേണമെങ്കിൽ വെട്ടാവുന്നൊരു അവസ്ഥയാണ്. വേണമെങ്കിൽ ഒരു തോരനും കൂടെ ആക്കാം. വാഴപ്പിണ്ടിയും കൂടെ ഉള്ളൂ. വാഴപ്പിണ്ടിയും തോരൻ വയ്ക്കാമല്ലോ. ഏത്തന്റെ ഇല എടുക്കത്തില്ല കേട്ടോ. നമ്മളെ ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. ഇതൊക്കെ ഒന്ന് കടയിൽ ചെന്ന് മേടിക്കണം. ഇതൊക്കെ നല്ല ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആണ്. ഓർഗാനിക് പാമ്പിനെ നോക്കി പോകണം, ഇല്ലെങ്കിൽ എവിടുന്ന കടി കിട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി ഇതിന്റെ മണം എനിക്കിഷ്ടം. ഒരു മണമായിരിക്കും, നല്ല മണമാണ്. ഇത് നമുക്ക് കറ പോകാനായിട്ട് വെക്കാവേ. ഓക്കെ, പുറത്തിന്റെ ബാക്ക് വശം വരെ മതി. എന്തിനാടി അത്ര ഒറ്റയ്ക്ക് തിന്നാൻ പറ്റൂല? എടുക്കാൻ വയ്യ നിനക്ക്?
പൂച്ച മീനാന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ കയ്യിൽ കറയൊക്കെ പറ്റാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ തേച്ചതിന് ശേഷം ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് ഞങ്ങളിത് വറക്കുന്നതിന് കുറച്ച് മുമ്പേ ഇങ്ങനെ കഴുകാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ടേക്കും. അപ്പോൾ അതിൻ്റെ കറ അങ്ങ് പോകുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ ഉണ്ട് വേറെ നിറമാകും. അപ്പോൾ കുറേ നേരത്തെ അങ്ങനെ ഇട്ടിരുന്നാൽ അതിൻ്റെ കറയൊക്കെ പോവും. കായ അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിയൊന്നും ഇരിക്കില്ല. അങ്ങനെ വേണ്ട ഞങ്ങളുടെ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. പക്ഷേ ഉപ്പേരി അരിഞ്ഞു കൊടുക്കാനായാലും ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എൻ്റെ അമ്മയാണ് അതിനകത്തൊക്കെ എക്സ്പേർട്ട്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയതേണ്ട നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ മുക്കുമ്പോൾ ഇതുപോലെ നല്ല മൊരാന്നുള്ള ഉപ്പേരിയിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കും. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. സത്യത്തിൽ ഓണത്തിനും 10 ദിവസം മുമ്പേ ഉണ്ടാക്കിയാലേ ഓണത്തിനേക്കെങ്കിലും അത് ഇരിക്കത്തുള്ളൂ. അതിന് മുമ്പ് അത് ഞങ്ങൾ തീർക്കും. ഞങ്ങളപ്പോൾ ഓണത്തിന് മെയിൻലി ഉണ്ടാക്കുന്ന ഒരു സാധനം ഇതാണ്. വേറെ നമ്മൾ മിച്ചറോ അച്ചപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കും. എന്നാലും ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ വറുത്ത് സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാണ് ഓണക്കോടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും കാരണം ഓണത്തിന് കുറച്ച് ദിവസം മുമ്പേ ഓണക്കോടി എടുക്കാൻ പോയാലേ സമയത്ത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കടയിലോട്ടൊന്നും കയറാനേ പറ്റത്തില്ല. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ ഇത്തവണയും കരുനാഗപ്പള്ളിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവൾ തിരഞ്ഞെടുത്തിട്ട് ഇതുപോലെ കണ്ണാടി, കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടാണല്ലോ അവൾ പഠിക്കുന്നത്, അവളിങ്ങനെ വെച്ച് നോക്കുകയാണ്. അതുപോലെ തന്നെ കടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു പെട്ടിക്കകത്ത് അവൾക്ക് വേണ്ടുന്ന ഒരു തുണി എടുത്തിട്ടുകൊണ്ട് നിന്നാൽ മാത്രം മതി. പിന്നെ അവൾ അവളുടെ ലോകത്താണ് കളിയും ബഹളവും. പിന്നെ ഈ ഒരു കാഴ്ച സ്ഥിരമായിരിക്കുമല്ലോ. നമ്മൾ ലേഡീസ് ഡ്രസ്സ് എടുക്കുമ്പോൾ ആണെങ്കിൽ ഇതുപോലെ പോസ്റ്റായിട്ട് തന്നെ അവിടെ അപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും കടയിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. ഓണത്തിന് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് മറിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന തുണി ഇപ്പം ഞങ്ങളൊരു കളർ പാറ്റേൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ തന്നെ അങ്ങ് തയ്ക്കുകയാണ്. സാധാരണ ബ്ലൗസൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കൊത്തുപണികളും ശിലാപ്പണികളും ഒക്കെ നടത്താമെന്ന് കരുതി എല്ലാം കൂടെ ഒക്കെ പറക്കി വെച്ച് അത്യാവശ്യം ഇടാൻ പറ്റുന്ന പോലെയൊക്കെ 2 ബ്ലൗസൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓണത്തിനെ വരവേൽക്കുന്നത്, അല്ലേ ഓണത്തിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങളോട് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓണം വിശേഷമായിട്ട് ഇനിയും കാണാം.